ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് മാംഗോ കേക്കാണ്. മാംഗോ സെമോലിന കേക്കാണ്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മാങ്ങ തന്നെയാണ്. നല്ല പഴുത്ത മധുരമുള്ള അതുപോലെ നല്ല കളറൊക്കെ ഉള്ള മാങ്ങ തന്നെ സെലക്ട് ചെയ്യാം. മാങ്ങ എടുക്കുമ്പോൾ നമുക്കിതിൻ്റെ പ്യൂരിയാണ് ആവശ്യമുള്ളത്. പിന്നെ ഒരു 3 എഗ്ഗ് വേണം. എഗ്ഗ് നല്ല വലിപ്പമുള്ളത് തന്നെ സെലക്ട് ചെയ്യുക. എഗ്ഗിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മളെ ബാറ്ററിൻ്റെ ഒരു അളവ് കൃത്യമായിട്ടുണ്ടാവുക. അപ്പം വളരെ ചെറിയ എഗ്ഗൊന്നും സെലക്ട് ചെയ്യാതിരിക്കുക. പിന്നെ 1/2 കപ്പ് മൈദ വേണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. പിന്നെ ഒരു 1/4 കപ്പ് റവ വേണം. പിന്നെ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് മാങ്ങയുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള മൈദയും അതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നിച്ചൊന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതൊന്നുകൂടെ ഒന്ന് ഒരു സ്പാച്ചുല വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതൊരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മാങ്ങ ഒന്ന് പ്യൂരിയാക്കി എടുക്കണം. അപ്പോൾ മാങ്ങയിൽ നിന്ന് നമുക്ക് 1/2 കപ്പ് പ്യൂരി ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യമുള്ള മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് സ്മൂത്തായിട്ട് അരഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കപ്പിലേക്ക് 1/2 കപ്പാണ് നമുക്ക് വേണ്ടത്. ആ കപ്പിലേക്ക് അളന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഇവിടെ അളന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ആ റവ ഒന്ന് സോക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നമ്മൾ ആ ബാറ്റർ കറക്റ്റായിട്ട് നമുക്ക് കേക്കിന് ഉള്ള ബാറ്റർ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റവ കൂടെ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു വശത്തേക്ക് അങ്ങ് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വശത്തേക്ക് മാറ്റി വെക്കാം നമുക്ക്. അതിന് ശേഷം നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. ഇതൊന്ന് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് പഞ്ചസാര ബാക്കി ഉണ്ടായിരുന്നു. അതിന് 1/2 കപ്പ് ഇതിനകത്തേക്ക് ചേർത്തിട്ടേ ഉള്ളൂ. അപ്പോൾ മധുരം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കുക. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ എഗ്ഗ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹാൻഡ് വിസ്കോ ഇലക്ട്രിക് ബീറ്ററോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മൈദയുടെ ആ കൂട്ട്, മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർന്നതിൽ നിന്ന് അല്പം എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നാകെ കുത്തി ഇളക്കാതെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ സോക്കാവാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ മാങ്ങയും റവയും ചേർന്നിട്ടുള്ള മിക്സ് അല്പമായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതും അതുപോലെ തന്നെ ഒന്നാകെ ഒറ്റ തവണയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യരുത്. കേക്കിലേക്കുള്ള ഏത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും കേക്കിലേക്ക് നമ്മൾ ചേർക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ ആ ശരിയായ രീതിയിൽ മിക്സായിട്ട് വരികയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് മുഴുവനായിട്ടും ആ മാങ്ങയുടെ ആ കൂട്ട് മുഴുവനായിട്ടും ഇതിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പം വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്പീഡിൽ മിക്സ് ചെയ്യരുത്. വളരെ സാവധാനം ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ മൈദ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും നമുക്ക് ഇതിലേക്ക് അല്പമായിട്ട് ചേർത്ത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ബേക്ക് ചെയ്യാനായിട്ട് ഒരു കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ കേക്ക് പാനിന് പകരം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു പ്രഷർ കുക്കർ ഉപയോഗിക്കുക. അതിൻ്റെ വെയിറ്റ് വെക്കാതെ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ കേക്ക് പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം.
കഴിവതും നെയ്യ് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. നെയ്യിൽ ഈ കേക്ക് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ കേക്കിന്. നമ്മൾ മാങ്ങ അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തേക്ക് ഫ്ലേവറിങ്ങിന് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു പഴയ തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് അധികം കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ചിലപ്പോൾ നിങ്ങളുടെ അടുപ്പിൻ്റെ ആ വലിപ്പത്തിനനുസരിച്ച് ചിലപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വലിയ ബർണറുള്ള അടുപ്പിൽ വെച്ച് ചെയ്യാതിരിക്കുക, ചെറിയ ബർണറിൽ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവാതെ നമുക്ക് റെഡിയായിട്ട് കിട്ടുകയുള്ളൂ. ബാറ്റർ മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി 20 മിനിറ്റ് ഇതിങ്ങനെ ബേക്കായിട്ട് വരട്ടെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് തൊട്ട് നോക്കിയിട്ട് മുകൾ ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ടോ നോക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ട് മാറ്റാം. അതിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ കേക്ക് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് തരിപ്പോളയുടെ അതേ പ്രിപ്പറേഷൻ തന്നെയാണ്. നമ്മൾ തരിപ്പോള ഉണ്ടാക്കുമ്പോൾ റവയും മൈദയും ചേർത്ത് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരു മാങ്ങയുടെ ആ പ്യൂരി കൂടെ ചേർക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ഞാനിതൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുക. ഇത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.